പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ. മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ കൂടെ കൃപാസനത്തിലെ കഴിഞ്ഞ ജൂൺ മാസം ആദ്യം വരെ ഇവിടെ സ്പിരിച്വൽ ആനിമേറ്ററായിരുന്ന അലക്സസിനില്ലേ, അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലെ അച്ഛനിപ്പോൾ ഒരു നല്ല വലിയ പള്ളിയിലാണ്, നല്ല സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് അച്ഛൻ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴേക്കുണ്ടല്ല, അച്ഛൻ ഈ മിഷൻ ജോലി ചെയ്ത് അച്ഛനെ ഈ റീജൻസി ചെയ്തത് മേഘാലയയിലാണ്. മേഘാലയയിൽ ഒരു കൊല്ലം റീജൻസി ചെയ്ത്, അത് മലയോര പ്രദേശമാണല്ലോ. പക്ഷേ റീജൻസി ചെയ്യുമ്പോൾ അച്ഛൻ പറയണത് ഒരു സീസൺ കഴിഞ്ഞൊരു 3 മാസത്തേക്ക് അവിടെ ആൾക്കാർ കഴിക്കണം, വീട്ടിൽ നിന്ന് ആൾക്കാർ കഴിക്കണത്. വീട്ടിലില്ലേ, ഞാൻ തന്നെ വാവിളിച്ചു പോയി. അതിങ്ങനെ കൊച്ചു കുഞ്ഞും മരുന്നും എല്ലാം കുറ്റിക്കാട്ടിലേക്ക് പോയിട്ട് ഈ സമയമാകുമ്പോൾ വിട്ടിലുകൾ എവിടുന്നോ പറന്ന് വരും. ആ വിട്ടുകളിലേക്ക് പറിച്ച് പിടിച്ചവർ എല്ലാവരുടെ കയ്യിലും ഒരു 1/2 കിലോ 2 കിലോ 3 കിലോ വെച്ച് അവർ കളക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നല്ല ഇതുണ്ട്, പ്രോട്ടീൻസ് ഉണ്ടാവുകയെ. കഴിക്കാൻ നമുക്ക് ഇപ്പം കഴിക്കാതൊക്കെ ഇരുന്ന് കഴിക്കാതിരിക്കുക ആൾക്കാർ, പക്ഷേ കഴിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ കഴിച്ചു പോകും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചെമ്മിനൊക്കെ കഴിക്കണില്ലേ, കഴിച്ച് പണ്ടേ ശീലിച്ച കൊണ്ടാണേ. വീട്ടിലാണ് നമുക്ക് ചെമ്മിന് പകരം നമ്മൾ വീട്ടിലാണ് ആദ്യമേ കഴിച്ചെങ്കിൽ നമ്മൾ വീട്ടിലിനെ കഴിച്ചേക്കണം. ഇതെല്ലാം ഒരു ഫുഡ് എപ്പോഴും ഒരു ഹാബിറ്റല്ലേ, ഹാബിറ്റ് ആണ് ഫുഡ്. അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ് അത്ര ഗുണമില്ലാത്ത കൊണ്ടല്ലേ നമ്മൾ വയറൊക്കെ ചാടി കിടക്കണം. ചോറിന് എപ്പോഴും തിന്നും, പഴഞ്ഞ് കഞ്ഞി കുടിക്കും, നമ്മൾ ചോറ് തിന്നും, കഞ്ഞി കുടിക്കും, കുഞ്ഞില്ലാതെ. അപ്പം ഇനിയിപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ കുറച്ച് അവർ മാറ്റുകയും അവർ ചപ്പാത്തിയിലോട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് വെജിറ്റേറിയനിലേക്കൊക്കെ പോകുന്നുണ്ട് പിള്ളേർ. അപ്പോൾ എല്ലാ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. വീട്ടിൽ വരുന്ന ഒരു സീസണാണ് മേഘാലയയിൽ. ആൾക്കാർ പറയുന്നത് സന്തോഷത്തോടെയാണ്, അവർ ഉത്സവത്തോടെയാണ്. പണ്ട് കിഴക്കൻ നാട്ടിലൊക്കെ കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി സ്ഥലമൊക്കെ കപ്പ പറിക്കണ ഒരു രാത്രി ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങണ രാത്രി, വട്ട അരിഞ്ഞ് ഉണക്കണ രാത്രി. എന്തൊരു ഉത്സവം! മനുഷ്യൻ നാടിൻ്റെ നൈസർഗികമായ ഒരു ഉത്സവത്തിൻ്റെ കാലമായിരുന്നത്. നമ്മുടെ പാലപ്പുഴ നാട്ടിലാണെങ്കിൽ തേങ്ങ വെട്ട് വലിയ ഉത്സവമായിരുന്നു. അത് ഉണക്കണതും കടപ്പുറത്ത് ഞാൻ അപ്പനുമായിട്ട് പോയി കടപ്പുറത്ത് തേങ്ങ രാത്രി ഉണക്കുമായിരുന്നു. ഉണക്കാൻ വെച്ചിട്ട് രാത്രി കൂട്ടിടക്കാൻ പോകും. അപ്പോൾ അവിടെ തേങ്ങ കടത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അവർ കടത്തിയിടുന്ന ചിരട്ട എടുത്ത് കുപ്പ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കപ്പ എടുത്ത് ചുട്ടെടുക്കും. ഒരു നാട്ടു സന്തോഷങ്ങളാണ്. ഇങ്ങനെ ഓരോ സീസണിലും ആൾക്കാർക്ക് ഓരോ സന്തോഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലൊരു സീസൺ ബൈബിളിൽ എല്ലാത്തിനും സീസണുണ്ട്.
പക്ഷെ ആധ്യാത്മിക ജീവിതത്തിന് സീസണില്ല. നമ്മുടെ ഉടമ്പടിക്ക് തന്നെ നമ്മൾ ഒരു 90 ദിവസം എന്ന് വെച്ചേക്കണില്ലേ, 90 ദിവസം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പെടുന്ന നിങ്ങൾക്കൊരു ഇപ്പോൾ ഓൺ ഇയർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയാൻ വേണ്ടി ഒരു സ്റ്റാർട്ടർ നമ്മുടെ ഉപ്പൂരിനോട് വെക്കത്തില്ലേ, ആ ചവിട്ടിക്കൊണ്ടാണല്ലോ അവർ കുതിക്കുന്നത്. ഇങ്ങനെ ഈ 90 ദിവസം വെച്ചിരിക്കുന്നത് കുതിപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ കുതിച്ച് അവിടെ തന്നെ കിടക്കരുത്. എന്തുമാത്രം ആൾക്കാരാണെന്നാ കുതിച്ച് കയറിപ്പോയത് ക്രിസ്തുവിൽ. ഞാൻ നല്ല ഓട്ടം ഓടി എടുത്ത് അതായത് 2 തിമോത്തി 4:7-8 ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഇത് നടപ്പല്ലായിരുന്നു കക്ഷി, വിശ്വാസ ജീവിതം കാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു. അതിൻ്റെ നിൽക്കില്ല, നടപ്പല്ല, സ്ലോ ഡൗൺ അല്ല. ഉടമ്പടി ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഓടി കയറുന്ന എന്തുമാത്രം മനുഷ്യരാണെന്നറിയാവ ഇവിടുത്തെ സാക്ഷ്യം പറയണത്. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് 3 സാക്ഷ്യം പറഞ്ഞ് 6 കൊല്ലത്തിനുള്ളിൽ 3 സാക്ഷ്യം കിടിലൻ സാക്ഷ്യമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അവർ സുവിശേഷ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ സാക്ഷ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു എന്താണ്, ഒരു സീസണബിൾ ആകരുത്. വിട്ടിൽ വരണത് പിടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിൽ മേഘാലയക്കാർക്ക് ഒരു സീസൺ ഉണ്ടായിരുന്ന പോലെ ഒരു സീസണല്ല ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഓൺഗോയിങ് നടപ്പോ അല്ല, പിന്നെന്താണ്, ഇത് ഓട്ടമാണ്. വിശ്വാസ സംബന്ധമായ കാര്യത്തിന് സ്പീഡ് ഉണ്ടാകണമെന്ന് അർത്ഥം, ഹോൾട്ട് ഉണ്ടാകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 8-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ പ്രോസസ്സിങ് എൻ്റെ ആൻറ്റി വഴി എനിക്ക് പെട്ടെന്ന് നടത്തി. എൻ്റെ വിസ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വന്നു. എനിക്ക് വലിയതായിട്ട് ബുദ്ധിമുട്ടോ എങ്ങനെ എൻ്റെ പുറകെ കിടന്ന് അലയേണ്ടതായിട്ടോ ഒന്നും എനിക്ക് വന്നില്ല. ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു പനി വന്നു. പനി വന്നപ്പം എൻ്റെ തൊണ്ടയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വീർത്തു വന്നു. അടുത്ത് വന്നപ്പോൾ ടോൺസിലാണെന്ന് വിചാരിച്ച് ഡോക്ടറിനെ കാണിക്കാൻ പോയി. ഡോക്ടർ ആൻറ്റിബയോട്ടിക് എന്ന് ഒരാഴ്ചയ്ക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു യാത്ര നടത്തി പിന്നെ അത് പൊങ്ങി വന്നു. പിന്നെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയും കൂടെ മരുന്ന് കഴിക്കാൻ തരാം, ഇത് പോയില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകാറായിട്ടുള്ളൊരു സമയമായിരുന്നു. പ്രോസസ്സിങ്ങൊക്കെ ഏകദേശം തീരാറായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ അമ്മയും നന്നായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ തൊണ്ടയുടെ എല്ലാം മാറി. അത് കഴിഞ്ഞ് ഇതുവരെ എനിക്കൊരു പനി പോലും വന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ ഇത്രയും തയ്യുന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. ഈ 23-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ പ്രാർത്ഥന ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാർത്ഥന അധികമായിട്ടും കൂടിയത്. അതിന് മുമ്പ് വരെ എനിക്ക് ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു, ഞാൻ പോകത്തുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇപ്പോൾ ഇൻട്രസ്റ്റാണ്. എനിക്ക് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ പോകത്തില്ല, അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയായാലും കുർബാനയ്ക്ക് പോകും. പിന്നെ കൊന്തയെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര മടിയായിരുന്നു. ഞാൻ കൊന്ത ചെല്ലത്തില്ലായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കൊന്ത എല്ലാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കൊന്ത ഞാൻ നല്ല രീതിയിലാണ് ഇത്രയും ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തുള്ള എല്ലാ വീട്ടിലും പോയി പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ കൂട്ടുകാരോട് കുടുംബാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അതുവഴി എൻ്റെ കൂട്ടുകാരികൾക്ക് ഭാസഹായം ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദൈവനാമം മഹത്വപ്പെടുത്താനുള്ള കൃപ തന്ന് ഈ പുണ്യഭൂമിയിലെത്തി പറയുവാനുള്ള കൃപ തന്നതിനും ആദ്യം തന്നെ മാതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയട്ടെ. എൻ്റെ പേര് സജിനി സനിൽ. ഞാൻ കോട്ടയം ജില്ലയിലെ വെമ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക്
ഞാനിത് ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടെ അത്ഭുത രോഗസൗഖ്യമായിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് അലർജി രോഗമായിരുന്നു. ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് എന്നും സെട്രിസിൻ എന്ന ഗുളിക ഉപയോഗിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എല്ലാ കവർ പാൽ കുടിക്കത്തില്ല, ഇറച്ചി കഴിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും എനിക്ക് കഴിക്കത്തില്ല, പൊടി അടിക്കത്തില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് രണ്ടാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയാതെ തന്നെ എനിക്ക് ആ രോഗം ഇവിടെ നിന്ന് വിട്ടു മാറിപ്പോയി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് ജലനിധി കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നതാണ്. ഒരു 7 മാസത്തോളമായി അദ്ദേഹത്തിന് ബില്ലൊന്നും പാസ്സായി കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഒത്തിരി കടങ്ങൾ 10-50 ലക്ഷത്തോളം ഞങ്ങൾക്ക് കടബാധ്യതകൾ വന്നു. ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു. 50 ലക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണക്കാരാണ്. പൈസ കിട്ടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കിട്ടാതെ ആയപ്പോൾ പൈപ്പൊക്കെ കടമെടുത്താണ് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഒരു കടക്കാർക്ക് 10-15 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഏറെ ബുദ്ധിമുട്ടി, ഒത്തിരി തകർന്ന സമയത്ത് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു, തിരുക്കുമാരനെയും മുറുകെ പിടിച്ചു. ഞാൻ ദൈവമാതാവിനോട് തിരുക്കുമാരനോടും പറഞ്ഞു, ലോക നന്മയ്ക്കായിട്ട് അങ്ങ് പീഡനമേറ്റു വാങ്ങിയപ്പോൾ അമ്മ മാതാവിനെ വീഴാതെ അങ്ങ് താങ്ങി നിർത്തിയ പോലെ ഞങ്ങളെയും താങ്ങി നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ താങ്ങി നിർത്തി. ഞങ്ങൾക്ക് ആവശ്യം പോലെ ഞങ്ങൾ 10-15 ലക്ഷം രൂപ കടം കൊടുക്കാനുള്ളവർ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. എന്തെങ്കിലും വിളിച്ചാൽ തന്നെ വിശേഷം ചോദിച്ചിട്ട് വയ്ക്കും. എന്നത്തേനാകുമെന്ന് ചോദിക്കും. പുള്ളി ഒരു ഡേറ്റ് പറയും. കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വിളിക്കും, വിശേഷം തിരക്കിയിട്ട് വയ്ക്കും. ഇന്ന് വരെ ആരും അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ഈ അവസരങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പുള്ളിക്കാരന് 7 ലക്ഷം രൂപ GST അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ബില്ല് വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നു. ഒരു ചെറിയൊരു പേപ്പർ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് കിട്ടി. 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ അടയ്ക്കേണ്ടതിൽ 3 ലക്ഷം രൂപയുടെ ഒരു ബില്ല് പാസ്സായി കിട്ടി. അതുപോലെ തന്നെ പുള്ളിക്കാരനെ 4 ലക്ഷം രൂപയ്ക്ക് പലരും സഹായിച്ചു. അത് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റി. പിറ്റേ ആഴ്ച പുള്ളിക്കാരൻ്റെ പണിക്കാർക്കെല്ലാം പെൻഡിങ് ആയിരുന്നു പൈസ. 4 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമായിരുന്നു. ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു. ഒരു വെള്ളിയാഴ്ച അവർക്ക് പോകണമായിരുന്നു. ബുധനാഴ്ച കിട്ടിയാലേ അവർക്ക് അത് വ്യാഴാഴ്ച മാറി കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. ഞങ്ങൾ വിഷമിച്ചിരുന്ന അവസരത്തിൽ ബുധനാഴ്ച രാവിലെ ആയപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവേ, ഞാനെല്ലാം ഇനി നിനക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി നീ അല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല. അമ്മയും തിരുക്കുമാരനും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ബുധനാഴ്ച 3 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഒരു 4 ലക്ഷം രൂപയുടെ ബില്ല് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ബുധനാഴ്ച ബില്ല് കിട്ടി. വ്യാഴാഴ്ച മാറി. വെള്ളിയാഴ്ച അവരെ നാട്ടിലേക്ക് വിട്ടു. ഇതുപോലെ തന്നെ ഞാനൊരു വാഹനം ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 2 ചേട്ടനും അനിയനും താമസിക്കുന്ന ഞങ്ങൾക്ക് 2 കൂട്ടർക്കും എവിടെയെങ്കിലും പോകാനായിട്ട് ഒരു വലിയ വാഹനം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നോവ പോലത്തെ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടാനുള്ള ഒരു വഴിയും സാമ്പത്തികം ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 6 നിയോഗം വെച്ചു. പക്ഷേ വണ്ടിയുടെ കാര്യം ഞാൻ വെച്ചില്ല. എനിക്ക് അത് വെക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പക്ഷേ മാതാവിൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, മോളെ നീ അത് ഒരു വാഹനത്തിന് വെക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു നിയോഗത്തിൻ്റെ അടിയിൽ ഒരു വാഹനം എന്ന് മാത്രം എഴുതി വെച്ചു. പക്ഷേ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് എനിക്ക് ആദ്യം കിട്ടിയത് ആ വാഹനമാണ്. പിന്നെ ഞങ്ങളുടെ വീട് ഒരു നല്ല കുന്നുംപുറത്താണ് ഇരിക്കുന്നത്. വലിയ ആഴമുള്ളൊരു കിണറും. പക്ഷേ വേനൽക്കാലമാകുമ്പോൾ വെള്ളം മുഴുവൻ നന്നായിട്ട് പറ്റും. ഞങ്ങൾ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം അടുപ്പിച്ചാണ് 750 രൂപ കൊടുത്ത് ഓരോ ടാങ്ക് വെള്ളം അടുപ്പിച്ചാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്താ ഒരു വഴി, ഇങ്ങനെ വെള്ളം അടുപ്പിച്ചാൽ നമുക്ക് അതിനുള്ള വരുമാനം ഇല്ലല്ലോ എന്ന് ഓർത്തു. അപ്പോൾ പുള്ളിക്കാരൻ ഹസ്ബൻഡ് ഒരു കിണർ പണിക്കാരനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. അവർ പറഞ്ഞു, ഞങ്ങൾ കിണർ കുത്തിത്തരാം, ഇല്ലെങ്കിൽ വെള്ളം താത്തിത്തരാം, കിട്ടിയില്ലെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് അവരോട് പണിക്കാർ പണിയാനായിട്ട് വന്നത്. ദൈവകൃപയാൽ അവർ കിണർ താത്തു തന്നു.
എല്ലാവരും പറഞ്ഞു കിണർ താത്താൽ അവിടെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞ കിണറാണ്. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് ഇഷ്ടം പോലെ വെള്ളം ആ കിണറ്റിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളുടെ പുറകുവശത്തൊക്കെ താമസിക്കുന്നവർക്ക് വെള്ളമില്ലാത്ത സമയങ്ങളിൽ അവർ ബുദ്ധിമുട്ടുന്ന കണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ മോട്ടർ അടിച്ച് അവരുടെ വീട്ടിലെ ടാങ്കിലേക്ക് ഞങ്ങൾ ഓസിട്ട് വെള്ളം കൊടുക്കും. അവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ കൊടുക്കാതെ തന്നെ ഞങ്ങൾ ആ വെള്ളം അവർക്ക് വേണ്ടുവോളം 2-3 വീട്ടുകാർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നത്തെ എൻ്റെ സാക്ഷ്യം, ഒരിക്കലും എൻ്റെ കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടതല്ല, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിൻ്റെ കാശ് രൂപം എന്നൊരു ചോദ്യം എൻ്റെ മാതാവിൽ നിന്നുണ്ടായി. സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. ഞാനത് ഒരു ഡപ്പയിലിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ കഴുത്തേൽ ഒരു ചെറിയ മാലയാണ്. അപ്പോൾ അത് ഊരി വയ്ക്കാനൊക്കെ പറ്റാത്തതുകൊണ്ട് കുളിക്കുമ്പോഴൊക്കെ അഴുക്കായി പോകുന്നു ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കൊണ്ട് ഞാനത് പോകാതെ ഞാനത് ഡപ്പയ്ക്കകത്തിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനത് ഡപ്പ തുറന്ന് നോക്കിയപ്പോൾ കാശ് രൂപം കണ്ടില്ല. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലും ഞാൻ അലമുറയിട്ട് കരഞ്ഞു. എവിടെ പോയിന്ന് ഞാനൊട്ട് ഓർക്കുന്നുമില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ 2 ദിവസം മുമ്പ് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു തെറ്റാണ്. ഞാനത് നോക്കേണ്ടതായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എനിക്ക് ഊണുമില്ല ഉറക്കവും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. 2 ദിവസം മാതാവ് എനിക്കൊരു ചെറിയ ശിക്ഷ തന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാനത് ഓർക്കാതിരുന്നതിന് ഞാൻ വിഷമിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഹസ്ബൻഡ് ഉച്ചവരെ പണി ചെയ്തിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായിട്ടിരുന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എന്നോട് വന്ന് പറഞ്ഞു, നീ നിൻ്റെ അലമാരിയിലെ ഡ്രസ്സ് മുഴുവൻ വാരിയിടാൻ പറഞ്ഞു. ഞാൻ ആ ഡ്രസ്സ് മുഴുവൻ മാതാവ് പറഞ്ഞു ഓർത്ത് ഞാനത് വാരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ മോള് അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ തലേദിവസം അന്ന് തന്നെ വൈകിട്ട് ടൂറ് പോയിട്ട് രാത്രി 12 മണിയായപ്പോഴാണ് വന്നത്.